ഞാൻ ലല്ലിക്ക് കൂട്ടിന് വന്നാണ്. ഇന്ന് നിന്റെ അഹങ്കാരം ഞാൻ തീർക്കും. ബഹളം വെച്ചുകൊണ്ടൊന്നും കാര്യമില്ല. എന്താ എന്താണ് ഇവിടെ ബഹളം? ഒന്നുമില്ല. വാ. ഇയാൾ എന്നെ കത്തിയുമായി. ദ്രോഹി നീയാണോടാ? ദോഷമായി പോയി രാമനായരെ. സ്വത്ത് മോഹിച്ചിട്ട് ആ കൊല്ലാൻ നടക്കരുത്. എന്താ ഇടിക്കണം. ഞാൻ ആരെയും ദ്രോഹിക്കാൻ വന്നല്ല, പിന്നെ സഹായിക്കാൻ വന്നേടാ ഈ കത്തിയായിട്ട്. അല്ല, മനുഷ്യന്റെ ഒരു ദുർമോഹമേ. രാമൻ നായർ എന്തോ മോഷിച്ചിട്ടുണ്ട്. അത് ഇടത്തേ കൈയിലാണ് തരം. ആ കൈ തുറന്നു നോക്കണം. തുറക്കടാ, തുറക്കേ. എന്താണ് രോമു? ആരുടെ? വല്യച്ഛന്റെ തലയില്. ശങ്കര, എന്റെ മീശയെല്ലാം ശരിക്കുണ്ടോടാ? ഉണ്ടുണ്ട്. ഇയാൾക്ക് എന്തിനാ വലിയച്ഛന്റെ തലമുടി? വൃഷ്ഠരോഗം പരിഹരിക്കാനായിട്ട് ഒരു പൂജ ചെയ്യണമെന്ന് രുദ്രാണി പറഞ്ഞു. വലിയ കാര്യം മനസ്സിലായോ? ദുർമന്ത്രവാദം ചെയ്ത് രണ്ടുപേരെയും കൊല്ലാനാണ്. ശിവ ശിവ. അപ്പോ മനുഷ്യന്റെ ദുർമോഹമേ. എനിക്കെല്ലാം മനസ്സിലായി, എല്ലാം മനസ്സിലായി. ശങ്കര, അവനെ വിട്ടേര്. നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് പോയി തരാമോ? എനിക്ക് സ്വല്പം സ്വസ്ഥത വേണം. ഇപ്പൊ എല്ലാവരും പോകണേ. ഒരൊറ്റ എണ്ണം ഇവിടെ വേണ്ട. എല്ലാവരും സ്വസ്ഥ. അതെ. നീ എന്താണ് ഇവിടെ? വേണ്ട, നീയാണ് ആദ്യം പോകേണ്ടത്. ശങ്കര, ഇപ്പൊ കാര്യമെല്ലാം മനസ്സിലായല്ലോ. പാടാ മോനെ. എടാ മോനെ, മുത്തശ്ശൻ ജീവിച്ചിരിക്കുമ്പോഴേ അവരെല്ലാം നിന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ മുത്തശ്ശന്റെ കാലശേഷം മോനെ ഇവരെല്ലാം എന്ത് ചെയ്യും? നല്ലൊരു ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ച് മോള് സുഖമായി ജീവിക്കുന്നത് കാണണമെന്നാണ് മുത്തച്ഛന്റെ ആഗ്രഹം. മുത്തശ്ശൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് പുരുഷന്മാർ ചീത്തയാണ്, അവരെ വിശ്വസിക്കാൻ കൊള്ളൂല, അവരുമായി ഇടപെടരുതെന്ന്? ദൈവമേ, ഏത് ചീത്ത മുഹൂർത്തത്തിലാണ് ഞാനത് പറഞ്ഞു പോയത്. വക്കീലേ, പണ്ടാ പറഞ്ഞത് സ്വല്പം അബദ്ധമായി പോയി. എടാ മോനെ, പെമ്പിള്ളേരുടെ പുറകെ വായം പൊളിച്ച് നടക്കുന്ന ചുംബന്മാരെ പറ്റിയല്ലായിരുന്നു മുത്തശ്ശൻ അന്ന് പറഞ്ഞു പോയത്. കല്യാണക്കാരും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? നല്ലവനായ മിടുമിടുക്കനായ ഒരുത്തനെ. മുത്തശ്ശൻ എന്നോട് കല്യാണക്കാരി മാത്രം പറയരുത്, എനിക്കത് ഇഷ്ടമല്ല. പിന്നെ ഞാൻ മുത്തശ്ശനുമായി പിണങ്ങും. ആകെ വിഷമത്തിലായല്ലോ ഭഗവാനെ. ഇതിനൊരു പോം വഴി കണ്ടേ പറ്റൂ. ഞാൻ ഇനി എന്ത് ചെയ്യും വക്കീലെ? ആദ്യമായി ഇവിടുന്ന് മാറി താമസിക്കണം. കഴിയുന്നതും വേഗത്തിൽ ലല്ലി മോളെ നല്ലൊരു ചെറുപ്പക്കാരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും വേണം. അതാണ് അതിന്റെ ശരി. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. വക്കീലും കേട്ടതല്ലേ ലല്ലിമോൻ പറയുന്നത്. വിഷമിക്കാതിരിക്കൂ, നമുക്ക് വഴിയുണ്ടാക്കാം. ആവശ്യമുണ്ട്. നീ കേൾക്കുന്നുണ്ടോ? ആവശ്യമുണ്ട്. ഉന്നത ബിരുദധാരിയും സുമുഖനും ആരോഗ്യവാനും കാര്യപ്രാപ്തിയുള്ളവനുമായ ഒരു യുവാവിനെ ഒരു വലിയ സ്ഥാപനത്തിന്റെ ഭരണ ചുമതല ഏറ്റെടുക്കാൻ ആവശ്യമുണ്ട്. യോഗ്യതയ്ക്കനുസരിച്ച് ഉയർന്ന ശമ്പളം, താമസ സൗകര്യം, വാഹന സൗകര്യം എന്നിവ നൽകുന്നതായിരിക്കും. അപേക്ഷകർ നേരിട്ട് ജനുവരി 3, 4, 5 തീയതികളിൽ കാലത്ത് 9 മണി മുതൽ 12 മണിക്കുള്ളിൽ സീസാൻഡ് ഹോട്ടൽ എറണാകുളം കോട്ടേജ് നമ്പർ 9 നേരിട്ട് ഹാജരാവുക. ഹാജരാകാൻ സാധ്യമല്ല. സാധിക്കണം. മുത്തശ്ശൻ എന്തിനായിരുന്നു ജോലിക്ക് പോകാൻ നിർബന്ധിക്കുന്നത്? ദൈവം സഹായിച്ച് നമുക്ക് ജീവിക്കാൻ ധാരാളം പണമുണ്ട്. പിന്നെന്തിനാ മറ്റൊരുത്തന്റെ കീഴിൽ പോയി ജോലി ചെയ്യാൻ പറയുന്നത്? എന്നെ കൊണ്ടാവില്ല. കാശിന് വേണ്ടി അല്ലടാ ജോലിക്ക് പോകാൻ പറയുന്നത്. ഒരു അച്ചടക്ക ബോധം ഉണ്ടാവാൻ. നിനക്ക് ഇല്ലാത്തതും അതാണ്.
മുത്തച്ഛൻ പറഞ്ഞ 4-5 തവണ ഞാൻ പോയല്ലോ, ഒരു മനുഷ്യനും എന്നെ എടുത്തില്ല. എങ്ങനെ എടുക്കും? ഇന്റർവ്യൂ നടത്തുന്നത് അവരാ. നീ കേറി ചെന്ന് അവരെ ഡാറ്റ് ബൂട്ടിന്ന് അങ്ങോട്ട് വരട്ടും. പിന്നെ സെലക്ഷൻ ഇത് തന്നെയല്ലേ. ഇത്തവണ ഏതായാലും അത് നടക്കാൻ പോകും. കൂടെ ഞാനും പോരുന്നു. മുത്തച്ഛനോ? ആ, ഞാൻ തന്നെ. നമുക്ക് 2 പേർക്കും എറണാകുളത്തേക്ക് പോകാനുള്ള ടിക്കറ്റ് റിസർവ് ചെയ്യാൻ ഞാൻ ഫോൺ ചെയ്തു കഴിഞ്ഞു. മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇരിക്കണം. എന്താ പേര്? രാജൻ. അഡ്രസ് നമ്പർ 3 ലിൻവുഡ് അവന്യൂ, മദ്രാസ് 34. മദ്രാസിൽ നിന്ന് വരികയാണോ? അതെ. എന്താ ക്വാളിഫിക്കേഷൻ? MA ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ടുണ്ട്. വക്കീലേ. ഇന്റർവ്യൂ നടക്കുന്ന മുറി ഇത് തന്നെയല്ലേ? യെസ് യെസ്, ഇത് തന്നെ. അച്ഛന്റെ പേര്? അച്ഛനില്ല, മരിച്ചുപോയി. അമ്മ? ഇല്ല. കുടുംബത്തിൽ പിന്നെ ആരുണ്ട്? ഒരു മുത്തച്ഛൻ. ഓ, ജസ്റ്റ് ലൈക്ക് മീ, എന്നെ പോലെ തന്നെ. വക്കീലേ. മുത്തച്ഛന്റെ പേര് പത്മനാഭ പിള്ളൈ. പിള്ളൈ. ഓ മൈ ഗുഡ് ഗോഡ്, ഐ ആം പിള്ളൈ. യു ആർ പിള്ളൈ. യുവർ ഗ്രാൻഡ് ഫാദർ ഇസ് പിള്ളൈ. മൈ ഗ്രാൻഡ് ഫാദർ ഇസ് പിള്ളൈ. വക്കീൽ ഇസ് പിള്ളൈ. ശങ്കർ ഇസ് പിള്ളൈ. യു ആർ ഓൾ പിള്ളൈ പിള്ളൈ. ആട്ടെ, ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. പ്രേമത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വളരെ മോശമായ അഭിപ്രായമാണ്. അപ്പൊ ഇതുവരെ പ്രേമിച്ചിട്ടില്ല അല്ലേ? നിങ്ങൾ അസംബന്ധം ചോദിക്കരുത്. വക്കീലെ, ദേഷ്യം പിടിപ്പിക്കരുത്. കുട്ട, കുഞ്ഞെ, ഭക്തവത്സല, ദേഷ്യപ്പെടേ. നിങ്ങൾ പ്രേമിക്കാൻ ആളെ തെരഞ്ഞെടുക്കുന്നു, അതോ ഉദ്യോഗത്തിന് ആളെ തെരഞ്ഞെടുക്കുന്നു? വക്കീലെ, ഇനി ചോദ്യം ചോദിക്കരുത്. ഫിക്സ് ഹിം അപ്പ്. ശങ്കര, പുറത്തിരിക്കുന്നവരോട് ഉദ്യോഗത്തിനാളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു, ഇനി ഇന്റർവ്യൂ ഇല്ല എന്ന് പറഞ്ഞേക്കണം. ശരി. നിങ്ങളെ ഞങ്ങൾ നിയമിച്ചു കഴിഞ്ഞു. താങ്ക് യു സർ. എന്റെ ജോലി സിമ്പിൾ, വെരി സിമ്പിൾ. എനിക്ക് പഴയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. വെരി ഗുഡ്. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. മിസ്റ്റർ രാജൻ, ഞങ്ങളൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയാണ് ഈ ഇന്റർവ്യൂ നടത്തുന്നത്. വക്കീലെ, ഇദ്ദേഹം മിസ്റ്റർ കുട്ടമ്പിള്ള ലക്ഷപ്രഭുവാണ്. ഇദ്ദേഹത്തിന് ഒരു പേര മകളുണ്ട്, മകളുടെ മകൻ. പുരുഷന്മാരെ വെറുപ്പാണ്. കല്യാണക്കാര്യം പറഞ്ഞ് കടിച്ചു തിന്നാൻ വരും. ഭ്രാന്തിളകി പോലെ സംസാരിക്കും. ഇദ്ദേഹത്തിന്റെ പേരക്കുട്ടിയല്ലേ? പാരമ്പര്യ അസുഖമുണ്ടാകുന്നതിൽ അത്ഭുതപ്പെടാനില്ല. മിസ്റ്റർ രാജൻ, നമുക്കതൊന്ന് മാറ്റിയെടുക്കണം. അത് നിങ്ങളുടെ കാര്യം. അതിന് നിങ്ങളൊന്ന് സഹായിക്കണം. അല്ല, നിങ്ങളെപ്പോലെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ അത് നിസ്സാരമാണ്. ഇറ്റ് ഇസ് വെരി സിമ്പിൾ. ഞാൻ മദ്രാസിൽ ചെന്നിട്ട് നല്ല മനോരോഗ വിദഗ്ധൻ ആരാണെന്ന് അന്വേഷിച്ച് ഉടനെ വിവരം അറിയിക്കാം. ഹൗ മച്ച് മണി യു വാണ്ട്? നിങ്ങൾക്ക് എത്ര പണം വേണം? എന്തിന്? വിവരം അറിയിക്കാനും? അല്ല, സ്ത്രീധനം. നിങ്ങൾ എന്റെ പേരക്കുട്ടി ലല്ലിയെ സ്നേഹിക്കണം. അതായത് അവളെ കൊണ്ട് നിങ്ങളെ സ്നേഹിപ്പിക്കും. എന്നിട്ട് കല്യാണം കഴിക്കണം. ഡൗറി എത്ര വേണം? 25,000, 50,000, lakh. നിർത്ത്. ഇതിനാണോ ഉയർന്ന ജോലിക്കെന്ന് പറഞ്ഞ് പത്രത്തിൽ പരസ്യം കൊടുത്തത്? പേരമകളുടെ ഭർത്താവാകാനുള്ള ജോലി അല്ലേ? നിങ്ങൾക്ക് നാണമില്ലല്ലോ മനുഷ്യ. വില പേശാൻ വന്നിരിക്കുന്നു. നിങ്ങളുടെ പണമെന്ന് കേട്ടോടനെ ഞാൻ തലയിറങ്ങി താഴെ വീഴുമെന്ന് വിചാരിച്ചു. അതിന് വേറെ ആളെ അന്വേഷിക്കും. രാജൻ, ഐ ലൈക്ക് യു. ഐ വാണ്ട് യു മാരി ഹർ. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങൾ തന്നെ ആ കുട്ടിയെ കല്യാണം കഴിക്കണം. പ്ലീസ്, നോ എന്ന് പറയേ. മിസ്റ്റർ രാജൻ, ലല്ലിയുടെ പേരിൽ എത്ര ലക്ഷം രൂപയുടെ സ്വത്താണ് കിടപ്പുള്ളതെന്ന് നിങ്ങൾക്കറിയാം. പണത്തിന്റെ ഹുങ്കാറല്ലേ? പണത്തിനകത്ത് താളം തുണ്ടാൻ നട്ടല്ലാത്ത വേറെ ചെറുപ്പക്കാരൻ. നോൺസെൻസ്, സില്ലി ഫെലോസ്. ഇന്റർവ്യൂ ആണ്, ഇന്റർവ്യൂ. രാജൻ, 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 പ്ലീസ്. രാജൻ, രാജൻ, ലക്ഷവും കോടിയെല്ലാം പുല്ലുപോലെ തള്ളിക്കളഞ്ഞിട്ട് അവൻ പോയത് കണ്ടില്ലേ? എന്റെ ലല്ലിമോൾക്ക് ചേർന്ന ഭർത്താവ് ഇവൻ തന്നെയാണ്. ഇവൻ തന്നെ എന്റെ ലല്ലിമോളെ കല്യാണം കഴിക്കണം. ശരിയാണ്. രാജൻ ലല്ലിയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് പണത്തിന് വേണ്ടി ആയിരിക്കില്ല. എന്താണ് അതിനൊരു വഴി? എന്താണ് അതിനൊരു മാർഗം? കണ്ടുപിടിക്കാം. ഏതായാലും ലല്ലിയെ വീട്ടിൽ നിന്ന് മാറ്റി താമസിപ്പിച്ചേ ഒക്കൂ. അവളെ എന്റെ മകൾ രമയുടെ കൂടെ മദ്രാസിൽ ലേഡീസ് ഹോസ്റ്റലിൽ കുറച്ചു നാൾ താമസിപ്പിക്കാം. അവിടെ പെൺകുട്ടികളുമായി കുറെ നാൾ ഇടവഴി കഴിഞ്ഞാൽ ലല്ലിക്ക് സ്ത്രീ സഹജമായ മാറ്റങ്ങൾ താനെ വന്നുകൊള്ളു. അത് ശരിയാ. രാജൻ മദ്രാസിലാണെന്നല്ലേ പറഞ്ഞത്? രവിയെ വിവാഹം കഴിക്കാൻ പോകുന്ന രവിയും മദ്രാസിൽ തന്നെയാണ്. ലല്ലിയെയും രാജനെയും തമ്മിൽ ഒന്ന് സ്നേഹിപ്പിക്കാനും രമയുടെയും രവിയുടെയും കൂട്ടുകാരികളുടെയും സഹായത്തോടെ
ഒരു ശ്രമം നടത്തുകയും ചെയ്യാം. എന്താ? വക്കീല് പറയുന്നത് എന്തും ഞാൻ അനുസരിക്കാം. എനിക്കൊന്നേ ഉള്ളൂ, പണം പുല്ലാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആ ചെറുപ്പക്കാരൻ എന്റെ ലല്ലിയുടെ ഭർത്താവാകണം. എങ്കിൽ ആലോചിക്കാനൊന്നുമില്ല. നമുക്ക് ലല്ലിയുമായി ഉടനെ മദ്രാസിലേക്ക് പുറപ്പെടാം. ലല്ലി ആദ്യമായിട്ടാണ് എന്നെ പിരിഞ്ഞ് താമസിക്കുന്നത്. വിഷമിക്കണ്ട, സമപ്രായക്കാരെ കൂടെ കളിച്ചും ചിരിച്ചു കൂടുമ്പോ മുത്തച്ഛനെ പിരിയുന്ന വിഷമം അറിയില്ല അല്ലേ? ഇവിടെ ഒപ്പിട്ടേക്ക്. താങ്ക് യു വെരി മച്ച്. അപ്പോ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. അപ്പോ ഇങ്ങോട്ട് ഇറങ്ങാം. വക്കീലേ. ഓ. ഇരിക്കൂ.